Hi, I'm Prajita S, clinical psychologist. Here we are talking about infertility counseling and the emotional well-being. സോ ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത് വെറും ഒരു മെഡിക്കൽ കണ്ടീഷൻ മാത്രമല്ല. അത് ഒരാളുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ ഇമോഷൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും റിലേഷൻഷിപ്പിനെയും ഡെയിലി ലൈഫിനെയൊക്കെ ഒരുപാട് രീതിയിൽ ബാധിക്കാവുന്ന ഒരു ജീവിതാനുഭവമാണ്. സോ ട്രീറ്റ്മെന്റ്സും റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും ഫാമിലി പ്രഷേഴ്സും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസും ഇതെല്ലാം ചേർന്നിട്ട് ഇവരിൽ ഒരുപാട് ആങ്സൈറ്റീസും സ്ട്രെസ്സും സാഡ്നെസ്സും ഹോപ്പ്ലെസ്നെസ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനാലാണ് ഇൻഫെർട്ടിലിറ്റി കൗൺസിലിംഗ് വളരെ പ്രധാനമാകുന്നത്. സോ വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി ജേണിയിലൂടെ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇമോഷണൽ സ്ട്രഗിൾസിനെ തുറന്ന് സംസാരിക്കാനും അതിനെ ആരോഗ്യകരമായിട്ട് മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു സേഫ് നോൺ ജഡ്ജ്മെന്റൽ സ്പേസ് ആണ് ഇൻഫെർട്ടിലിറ്റി കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനും സ്ട്രെസ് മാനേജ് ചെയ്യാനും റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ അൺസർട്ടനിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടാവും. സോ ദെൻ വൈ ഷുഡ് യു സീക്ക് ഹെൽപ്പ്? സോ പ്രധാനമായിട്ടും എപ്പോഴും നമ്മളിങ്ങനെ ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതായത് കോൺസ്റ്റന്റ് പ്രീഓക്കുപേഷൻ അബൌട്ട് ദ ഫെർട്ടിലിറ്റി പ്രോസസ്, പിന്നെ മൂഡ് സ്വിങ്സ് അഥവാ അല്ലെങ്കിൽ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവുക, പാർട്ട്ണറുമായിട്ടുള്ള ഫ്രീക്വന്റ് ഫൈറ്റ്സ്, ഫ്രീക്വന്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അല്ലെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഉണ്ടാവുക, ഈ പ്രഗ്നന്റ് ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലി ഫങ്ഷൻസ്, ബേബി റിലേറ്റഡ് കോൺവെർസേഷൻസ് എന്നിവയൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതായത് സോഷ്യൽ വിഡ്രോവലൊക്കെ ഉണ്ടാവുക, കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് ഉണ്ടാവുക, ആ ട്രീറ്റ്മെന്റ് ജേർണി ഡെയിലി ലൈഫിനെ ബാധിക്കുന്നതായി തോന്നുക, ഒരു ഹോപ്പ്ലെസ്നെസ്സും അല്ലെങ്കിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവുകയാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് സഹായകരമായിരിക്കും. സോ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നേടുന്നത് ഒരു വീക്ക്നെസ് അല്ല, അത് ഹീലിംഗിലേക്കുള്ള ഒരു ഹെൽത്തി സ്റ്റെപ്പാണ്. സോ പ്രധാനമായും മൂന്ന് ടൈപ്പിലാണ് നമ്മൾ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ആദ്യം ഒരു പ്രീ ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റിന് സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് പ്രീ ട്രീറ്റ്മെന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുന്നേ, അതായത് അവരെ ഫെർട്ടിലിറ്റി പ്രോസസ്സിന് വേണ്ടിയിട്ട് മെന്റലി പ്രിപ്പയർ ചെയ്യാൻ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഫിയേഴ്സിനെയും ഡൗട്ട്സിനെയൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സപ്പോർട്ടീവ് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടാവും. അതായത് സ്ട്രെസ്, ആ സമയത്ത് ഉണ്ടാകുന്ന കുറച്ച് സ്ട്രെസ് ആങ്സൈറ്റിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട്, ആ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷണൽ ബേൺ ഔട്ടിനെ കുറയ്ക്കാൻ, ആ ബേൺ ഔട്ട്സിനെ കോപ്പി ചെയ്യാനുള്ള സ്ട്രാറ്റജീസിനെ ഡെവലപ്പ് ചെയ്യാൻ, പിന്നെ ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കപ്പിൾസ് ആയിട്ടുള്ള തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഇമോഷണൽ സപ്പോർട്ട് ഇസ് നീഡഡ്. സോ അതെന്തായാലും ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാനും അവരുടെ ഡിസപ്പോയിൻമെന്റ്സിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ എന്ത് തന്നെ റിസൾട്ട് ആയാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും റെസിലിയൻസ് ബിൽഡ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അബൌട്ട് കൂട്ട് എന്ന് പറയുന്നത് ഒരു മലയാളീസിനായിട്ടുള്ള ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഓൺലൈൻ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ്. കൂട്ടിൽ മലയാളി തെറപ്പിസ്റ്റിന് ലഭ്യമാണ്. ജഡ്ജ്മെന്റ് ഇല്ലാത്ത ഒരു സേഫ് ആയിട്ടുള്ള സ്പേസ് എല്ലാ ക്ലയൻസിനും ലഭിക്കുന്നുണ്ടാവും. ഓൺലൈൻ സെഷൻസ് വഴി വീട്ടിലിരുന്നിട്ട് സപ്പോർട്ട് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സമയം തിരഞ്ഞെടുക്കാം. 749 രൂപ മുതൽ ആരംഭിക്കുന്ന പാക്കേജുകൾ നമുക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ കൂട്ട്.in സന്ദർശിച്ച് ആദ്യ സെഷൻ ബുക്ക് ചെയ്യാം. സോ ഇൻഫെർട്ടിലിറ്റി ജേണിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുകയും നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാകുന്നത് വളരെ പ്രധാനമുണ്ട്. സോ എപ്പോഴും അടുത്തുണ്ട്, കൂട്ടിനുണ്ട്, കൂട്ട്.